എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അനി നയനയുടെ കളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നു. ചോദിക്കുമ്പോൾ അങ്ങനെയല്ല അനി, ഇങ്ങനെയാണ് അനി എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നുണ്ട്. അന്നേരം അനി കാര്യങ്ങൾ തുറന്നു പറയുവാണ്. ഞാൻ അന്ന് ആ ഹാളിൽ വെച്ച് മുത്തശ്ശൻ്റെ കോൾ വന്നതും അതിനുശേഷം മുത്തശ്ശനോട് ഏട്ടത്തി സംസാരിക്കുന്നതും എല്ലാം കണ്ടതാണ്. അതിനുശേഷം ഞാൻ മുത്തശ്ശനോട് സംസാരിച്ചു. മുത്തശ്ശൻ കള്ളത്തരമൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പം പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ലാതെ നയനെ അങ്ങ് സമ്മതിക്കുന്നു. സമ്മതിച്ച് കഴിയുമ്പം അനി പറയുന്നുണ്ട്, ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ്. പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് മുത്തശ്ശൻ ആദർശനോട് ഇങ്ങനെ പെരുമാറുന്നത്? മുത്തശ്ശന് ഞങ്ങളെക്കാൾ വലുതാണോ ബിസിനസ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും അല്ല എൻ്റെ മുത്തശ്ശനെന്നും, മുത്തശ്ശനെ പോലെ ആദർശവാനായ ഒരു മുത്തശ്ശനെ വേറെ ആർക്കും കിട്ടിയിട്ടില്ല, നമ്മളുടെ ഭാഗ്യമാണ് എന്നൊക്കെ എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ പുകഴ്ത്തുന്നത് നമ്മുടെ മുത്തശ്ശനെ. അത് കഴിഞ്ഞ് നയനോട് പറയുന്നുണ്ട്, ശ്രീരാമൻ്റെ പട്ടാഭിഷേകം പോലെ തന്നെ ഇറങ്ങിപ്പോയ ശ്രീരാമനെ പിന്തുടർന്ന സീതാദേവിയെ പോലെയാണല്ലോ ഏട്ടത്തി. അങ്ങനെ ഏട്ടത്തിയും ഏട്ടനോട് ആ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇനി ഒന്ന് മുത്തശ്ശനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശനെ വിളിക്കുവാണ്. എന്നിട്ട് പറയും, അതെ ഞാൻ മുത്തശ്ശൻ്റെ പ്രിയപ്പെട്ട മരുമകളുടെ അടുത്തുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാം ഒന്ന് സംസാരിക്കുകയെന്ന്. അങ്ങനെ ഫോൺ അനി നയനയുടെ കൈ കൊടുക്കുന്നു. അന്നേരം മുത്തശ്ശൻ പറയുവാണ്, മോളോട് സംസാരിക്കാനുള്ള കൊതി കൊണ്ട്, മോളെ ഒന്ന് അഭിനന്ദിക്കാനുള്ള ആവേശം കൊണ്ടാണ് ഞാൻ അന്ന് ആ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് മോളെ വിളിച്ചത്. അതിൻ്റെ പുറകെ അനി പോകുമെന്നും ഇതെല്ലാം കണ്ടുപിടിക്കും എന്നും എനിക്കറിയില്ലായിരുന്നു. ഏതായാലും അവനെല്ലാം കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഞാൻ അവനോട് ഈ കാര്യങ്ങളൊന്നും ആദർശിനെ അറിയിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് മോളിനെ ടെൻഷനൊന്നും അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഫോൺ വെച്ച് കഴിയുമ്പം അനി പറയുന്നുണ്ട്, ആദർശേട്ടൻ അറിയാതെ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ മുത്തശ്ശൻ്റെ ഉദ്ദേശം നല്ലതായതുകൊണ്ട് ഏട്ടത്തി കൂടെ നിന്നതൊന്നും ഞാൻ പൊട്ടിക്കാൻ പോകുന്നില്ല കേട്ടോ എന്നും പറയുന്നു. അത് കഴിഞ്ഞ് അനി പോകാൻ തുടങ്ങുമ്പോഴേക്കും നയന അനിയോട് പറയുവാണ്, അനി ഞാൻ നന്ദു ഇവിടെ വന്നപ്പോൾ അവളെ ഒന്ന് ഉപദേശിച്ചിട്ടാണ് വിട്ടത്, അവൾക്ക് ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നീയും അവന്തിക്കുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കണം കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയുവാണ്. ഇതിങ്ങനെ ഇപ്പോൾ പറയാൻ കാരണം മുത്തശ്ശനാട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ അവന്തിക്കുമായിട്ടുള്ള വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് നടക്കുക, മോളൊന്ന് ഉപദേശിച്ചേക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു അവരുടെ സംസാരത്തിനിടയ്ക്ക്. അതുകൊണ്ടാണ് നയന ഇപ്പോൾ ഈ വിഷയം എടുത്തിട്ടത്. അന്നേരം അനി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ശരിക്കും ആത്മഹത്യ ചെയ്യാനാണ് തോന്നുന്നത്. കാരണം വേറെ നിവൃത്തിയില്ല, ഞാൻ എത്ര പറഞ്ഞിട്ടും ആരും കേൾക്കുന്നില്ല. മുത്തശ്ശനെയും മുത്തശ്ശിയെയും എതിർത്ത് തോൽപ്പിക്കാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, അത് ഞാൻ ചെയ്യത്തുമില്ല. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഇനിയിപ്പം അന്നേ ദിവസം ഈ നാടും വീടും എല്ലാം വിട്ട് എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ എന്ന് പോലും എൻ്റെ മനസ്സിലുണ്ട് എന്നൊക്കെ പറയുന്നതെങ്കിലും ഭയങ്കര വിഷമമാവുന്നുണ്ട് നയനയ്ക്ക്. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് അവിടുന്ന് സങ്കടത്തോടെയാണ് അനി ഇറങ്ങിപ്പോരുന്നത്. അവിടുന്ന് പോരുന്ന അനി വെച്ച് പിടിച്ച് നമ്മുടെ നന്ദുവിൻ്റെ പുറകെ ചെല്ലുന്നുണ്ട്. അനി ബൈക്കിലുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തിരി സ്പീഡിലാണ് നന്ദു പോകുന്നത്. പക്ഷേ അനി ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ കണ്ട് നിർത്തും. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കാറിൽ വന്ന് കയറടി എന്ന് പറയും. അന്നേരം ഇല്ല ഞാൻ വരികയില്ല എന്ന് പറയുമ്പോൾ അതിന് കാരണം എന്താണെന്ന് ചോദിക്കുവാണ്. അന്നേരം നന്ദു പറയുകയാണ്, ഈ സൗഹൃദം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന്. അന്നേരം അനി ചോദിക്കും, സൗഹൃദമോ? നമ്മൾ തമ്മിൽ സൗഹൃദം മാത്രം ഉള്ളായിരുന്നോ? നീ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പം അനി എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല, നീ ഒന്ന് പോയേ എന്ന് പറയുന്നു. അന്നേരം അനി പറയുന്നുണ്ട്, നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ചതായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും നമ്മൾ ഒരുമിച്ച് നിൽക്കും, നമ്മളുടെ തീരുമാനമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്ന് തീരുമാനിച്ചതാണ്. എന്നിട്ടിപ്പോൾ നിനക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അന്നേരം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അനി, അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം അതൊക്കെ നടക്കുകയില്ലയോ എന്ന് ഞാൻ പറയാം, നീ ഇപ്പോൾ വന്ന് വണ്ടിയിൽ കയറാൻ പറയും. കയറില്ല എന്ന് പറയുവാണ് നന്ദു. അന്നേരം അനി കയ്യെ കയറി പിടിക്കും. മര്യാദയ്ക്ക് വന്ന് വണ്ടിയിൽ കയറി, ഇത് നടു റോഡാണ്, നാട്ടുകാർ കാണും, പ്രശ്നമാകും, അതുകൊണ്ട് നീ വണ്ടി വന്ന് കയറുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അനി ഇത്തിരി ദേഷ്യത്തിലാണ്. അന്നേരം പിന്നെ വേറെ നിവൃത്തിയില്ലാതെ നന്ദു വണ്ടി ചെന്ന് കയറും. എന്നിട്ട് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് ചോദിക്കും. അന്നേരം പോകുന്നത് എവിടെയാണെങ്കിലും വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ നിനക്കറിയാലോ, മിണ്ടാതിരിക്കുക അവിടെ എന്ന് പറയുക. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇടാ ഇതൊന്നും ശരിയല്ല, നമ്മളെ ഫോളോ ചെയ്യാൻ ആൾക്കാർ കാണും, അവരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്ന് വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും എന്ന് പറയുക. അന്നേരം അനു പറയും, അങ്ങനെ അറിയുവാണെങ്കിൽ അറിയട്ടെ, ഫോളോ ചെയ്യുന്നവർ കാണട്ടെ, അതിനുവേണ്ടി തന്നെ ഇപ്പോൾ നിന്നെ വണ്ടി പിടിച്ച് കയറ്റിയത് എന്ന് പറയും. എന്നിട്ട് അവർ വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. ആകെ ടെൻഷനിലാട്ടോ നന്ദു. പിന്നീട് ആദർശനെ കാണിക്കുന്നുണ്ട്. ആദർശന് ഒരു മെസ്സേജ് ചെന്നതാണ് നവ്യ പറഞ്ഞിട്ട്, കാരണം മാളവികയുടെ ജീവന് അപകടമുണ്ട് എന്ന്. എന്നിട്ടും ആദർശം മാളവികയും കൂടി ഒരു റോഡിൻ്റെ അരികിൽ നിന്ന് സംസാരിക്കുവാണ്. ഇത് അബിയുടെ ആ ഗുണ്ടയുണ്ടല്ലോ, എപ്പോഴും അബിക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നത്, അവനത് കാണുകയും അവൻ ഇവർ രണ്ടുപേരോട് സംസാരിക്കുന്ന ഫോട്ടോ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആദർശം മാളവികയും കൂടി സംസാരിക്കുന്നതും ഈ വിഷയം തന്നെയാണ്. ആദർശം പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു, അതുകൊണ്ട് നീ സൂക്ഷിക്കണം, അവിടുന്ന് റിസൈൻ ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പം എനിക്ക് കുറച്ച് പണിയൂടെ മിച്ചമുണ്ട്,
അബിയെ ഞാനിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ നാവിൽ നിന്ന് കുറച്ച് സത്യങ്ങളൂടെ എനിക്ക് ചോർത്തിയെടുക്കണം. കുറേയൊക്കെ അവൻ എന്നോട് പറഞ്ഞു. ഡേവിഡ് അവൻ്റെ മുന്നിൽ ആരുമല്ല എന്ന് വരെ അവൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അവനിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ അച്ഛൻ നാഗേന്ദ്രനെക്കുറിച്ചും പറയുമായിരിക്കും. പക്ഷെ അത് റിസ്ക് അല്ലേ എന്ന് ചോദിക്കുന്നു. കുഴപ്പമില്ല, ഞാൻ സൂക്ഷിച്ചോളാം എന്ന് മാളവിക പറയുന്നുണ്ട്. അന്നേരം ആദർശം പറയുന്നുണ്ട്, എൻ്റെ ആൾക്കാർ മാളവികയുടെ പുറകെ ഉണ്ട്. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ കയറി ഇടപെട്ടോളും. എങ്കിലും സൂക്ഷിക്കണം. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു കരുതലോടു കൂടി വേണം. രാത്രി സഞ്ചാരം ഒഴിവാക്കണം എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവരവിടുന്ന് പിരിയുന്നു. പിന്നീട് അനിയും നന്ദുവിനെയാണ് കാണിക്കുന്നത്. അനി പറയുന്നുണ്ട്, ഇനി ഈ വിവാഹ നിശ്ചയത്തിനോട് നിന്നു കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് എങ്ങോട്ടേലും പോയാലോ എന്ന് കരുതുവാണ് എന്ന്. അന്നേരം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പം ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ രണ്ടുപേരും കൂടിയാണ് എന്ന് പറയുമ്പം നന്ദു പറയും, അതൊന്നും നടക്കുന്ന കാര്യമല്ല, ഞാൻ അതൊന്നും ചെയ്യില്ല എന്ന്. പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്, നീ എന്നത് ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പം നന്ദു പറയും, അതൊന്നും എനിക്കറിയത്തില്ല, അതൊക്കെ നീ തന്നെ തീരുമാനിച്ചാൽ മതിയെന്ന്. അന്നേരം എനിക്കാകെ വിഷമമാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, ശരിക്കും എല്ലാം ആദർശേട്ടനെ ഏൽപ്പിച്ചിട്ട് ഇവിടുന്ന് പോവുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാകുമ്പം ആ ആദർശേട്ടൻ കാര്യങ്ങളെല്ലാം നോക്കിയേനെ എന്നൊക്കെ പറയുമ്പം അതിന് ആദർശേട്ടന് പച്ചക്കുടി കാണിച്ചിട്ടില്ലല്ലോ മുത്തശ്ശൻ ഇതുവരെ. അതുപോലെ നയനേച്ചിയും അങ്ങോട്ട് ചെന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, എടി നിന്നോട് മറ്റൊരു വലിയ സത്യം കൂടി പറയാൻ കൂടിയാണ് ഞാൻ ഇന്ന് വന്നത്. ഞാൻ അന്ന് ആ ഫംഗ്ഷന് പങ്കെടുത്തപ്പം, ആ ഡിസൈൻ കോമ്പറ്റീഷനിൽ പങ്കെടുത്തപ്പം മുത്തശ്ശൻ ഏട്ടത്തെ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറയുന്നു. ഏതായാലും അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നന്ദുവിന്. ഇത് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം അനി പറയുന്നുണ്ട്, നീ എന്താ വിചാരിച്ചത്, ഞങ്ങൾ കൊച്ചുമക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ മുത്തശ്ശന് ബിസിനസ്സൊക്കെ, അതിൻ്റെ അകത്തുനിന്ന് മാറ്റി നിർത്തിയേക്കുന്നത് അഭിയെ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരെയും മുത്തശ്ശൻ ചേർത്ത് തന്നെ നിർത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. പിന്നെ എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കാനുള്ള ഒരു വഴി ഈശ്വരനായിട്ട് തെളിയിച്ചു തരും എന്നുള്ളൊരു സമാധാനത്തിൽ അവരവിടെ നിന്ന് പിരിയുന്നു. പിന്നീട് നാഗേന്ദ്രനെയാണ് കാണിക്കുന്നത്. നാഗേന്ദ്രന് നല്ല സംശയമുണ്ട് മാളവികയെ. ഇവർ 2 തവണയും ഈ കോമ്പറ്റീഷനിൽ തോറ്റതിനൊക്കെ കാരണം മാളവികയാണോ എന്ന് അവർക്കൊരു സംശയം. അതുകൊണ്ട് തന്നെ നാഗേന്ദ്രൻ പറയുവാണ്, ഒരു ഡിസൈൻ വരയ്ക്കാൻ താൻ അവളോട് പറയണം, അത് കഴിഞ്ഞ് അവൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിരീക്ഷിച്ചോളാം എന്ന്. അതായത് CCTV ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ വരയ്ക്കുവാണോ അതോ വേറെ എവിടുന്നെങ്കിലും കിട്ടുന്നത് കോപ്പി ചെയ്യുവാണോ എന്നൊക്കെ അവർക്കറിയാലോ. അതുതന്നെ. അതുപോലെ ഈ വിവരങ്ങളൊന്നും ഒരിക്കലും അബി അറിയരുത് എന്ന് പറയുന്നുണ്ട്. കാരണം അബിക്ക് മാളവികയോട് ചെറിയ ഇഷ്ടമുള്ളത് കൊണ്ട് അവനത് മുടക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അവൻ അറിയാതെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം എന്ന് പറയുന്നു. അന്നേരം ഡേവിഡ് പറയുന്നുണ്ട്, അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് തീരുമാനിച്ചിട്ട് നമുക്കിനി അവിടെ നിർത്തിയാൽ മതിയെന്ന്. അങ്ങനെ നാഗേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഡേവിഡ് ഒരു ഡിസൈൻ വരയ്ക്കാൻ പറയുക കേട്ടോ മാളവികയോട്. അത് പറഞ്ഞു കഴിയുമ്പോൾ മാളവിക അത് നയനോട് പറയുന്നു. നയന ഡിസൈൻ വരയ്ക്കുന്നു. ഇനിയിപ്പോൾ കോമ്പറ്റീഷനിൽ തോറ്റിരിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകണ്ട എന്ന് കരുതി നല്ലൊരു ഡിസൈൻ തന്നെ വരച്ച് നയന അയച്ചു കൊടുക്കുന്നുണ്ട്. ആ ഡിസൈൻസ് എല്ലാം ഫോണിൽ വന്നു കഴിയുമ്പോൾ കണ്ടിട്ട് മാളവിക അത് പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് അതുമായിട്ട് നേരെ ഡേവിഡിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു. എന്നിട്ട് ഡേവിഡിനെ കാണിച്ച് കഴിയുമ്പോൾ, ഇതൊക്കെ കൊള്ളാലോ, നല്ല സൂപ്പർ ഡിസൈനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം മാളവികയോട് ചോദിക്കുകയാണ്, മാളവിക ഇതിനു മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മൂർത്തീസ് ജ്വല്ലറിയിലല്ലായിരുന്നോ, അതിനുശേഷം അല്ലായിരുന്നോ US പോയത് എന്നൊക്കെ എടുത്ത് ചോദിക്കുവാണേ. അന്നേരം മാളവിക ചോദിക്കും, സാറെന്തിനാ ഇപ്പോൾ ഇത് ചോദിക്കുന്നത്, ഞാൻ വന്ന സമയത്ത് ഇതെല്ലാം പറഞ്ഞതായിരുന്നല്ലോ എന്ന് പറയും. അന്നേരം അല്ല, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറയും. എന്നിട്ട് സൂപ്പർ ഡിസൈൻ എന്നാൽ മാളവിക പൊയ്ക്കോ എന്ന് പറയുന്നു. മാളവിക അവിടുന്ന് പോകുന്നതിന് ശേഷം ഡേവിഡ് നാഗേന്ദ്രനെ പോയി കാണുന്നു. അവർ രണ്ടുപേരുടെ CCTV ദൃശ്യങ്ങൾ നോക്കുമ്പം ഫോണിൽ എന്തൊക്കെയോ വന്നതിന് ശേഷം അത് പ്രിൻ്റ് എടുക്കുന്നത് കാണും. അന്നേരം അവൾ വേറെ ആരുടെയോ ഡിസൈൻ കോപ്പി ചെയ്യുവാണ് ചെയ്യുന്നത് എന്ന് ഡേവിഡ് പറയുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതങ്ങനെയല്ല, അവളെ ആരോ സഹായിക്കുന്നുണ്ട്, അവർ വരച്ചു കൊടുക്കുന്ന ഡിസൈൻസാണ് അവൾ പ്രിൻ്റ് എടുത്ത് നമ്മളെ കൊണ്ട് കാണിക്കുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്നത് നയനയാണ് ഇവൾക്ക് ഡിസൈൻസ് വരച്ചു കൊടുത്ത് സഹായിക്കുന്നതെങ്കിൽ, ആ ഡിസൈൻ വെച്ചാണ് ഇവൾ നമ്മളുടെ മുമ്പിൽ ഷൈൻ ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും കാലത്ത് അവൾ നയനയ്ക്ക് മുകളിൽ വരുമോ? ഇല്ലല്ലോ. അങ്ങനെ അവൾ നമ്മളെ ചതിക്കുമായിരുന്നെങ്കിൽ നമ്മൾ ഇനി അവളെ വെച്ച് പൊറുപ്പിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്നു. അന്നേരം ഡേവിഡ് ചോദിക്കും, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. വേറെ ഒന്നുമില്ല, അവളെ കൊന്നു കളയാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഒരു പെണ്ണിനെ കൊല്ലേണ്ട അവസ്ഥ വന്നത് എന്നിൽ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവൾ ചെയ്ത തെറ്റ് തീരെ ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഇനി അവൾ ജീവിച്ചിരിക്കാൻ യോഗ്യയല്ല, കൊല്ലുക തന്നെ വേണം എന്ന് അവർ തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞ് മാളവിക ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. മാളവിക ഭയങ്കര സന്തോഷത്തിൽ ക്യാബിനിലിരിക്കുമ്പം ക്യാബിനിലേക്ക് ആരോ കയറി വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.